എടാ അജി കാള പോലെ വളർന്നോളാം, ഇങ്ങനെ ഇരുന്ന് കരയാതെ. എടാ ഭാര്യ വഴക്ക് പറഞ്ഞെങ്കിൽ നീ ഒരാണല്ലേടാ, നിനക്ക് തിരിച്ചു കാണണം കൊടുത്തുവിടായിരുന്ന. ഇവിടെ കള്ളു കുടിക്കെന്ന് പറഞ്ഞാൽ അത്ര വലിയ തെറ്റൊന്നുമല്ല. ഒരു ആണിന്റെ പൗര അവകാശമാണ് കള്ളുകുടി എന്ന് പറഞ്ഞാൽ. അതൊക്കെ എന്റെ വീട്ടില് ഞാൻ പറയുന്നതിനപ്പുറം എന്റെ ഭാര്യ പോകൂല. ഞാൻ ഒരു കുപ്പി പൊട്ടിച്ചു കഴിഞ്ഞാൽ അവള് ഗ്ലാസ്സുമായിട്ട് വന്നിരിക്കും. അങ്ങനെ ഭാര്യ നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്താൻ പഠിക്കണോടാ. പെൺകോന്താന്ന് പറഞ്ഞു നടക്കുന്നത്. ആരാ നിങ്ങൾക്ക് ഗ്ലാസും വെള്ളമൊക്കെ എടുത്തു തരുന്നത്? അല്ല, വീട്ടില് നിങ്ങൾക്ക് ആരോ ഗ്ലാസും വെള്ളമൊക്കെ എടുത്തോണ്ട് തരുമെന്ന് പറഞ്ഞത്? അതല്ല, അവൻ വെള്ളം ഒടിക്കാൻ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ കുപ്പി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ഇന്നലെ എന്റെ തലത്തോട് സത്യം ചെയ്താ വെള്ളം അടിക്കത്തില്ല. കുപ്പി കൊണ്ട് തരാൻ, കുപ്പി കൊണ്ട് തരാൻ. ഞാൻ കുപ്പി തരുന്ന പ്രതീക്ഷിക്കണ്ട. നീ ഇന്നലെ തുടങ്ങിയല്ല. എന്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിയൊക്കെ അറിയത്തില്ല. മര്യാദക്ക് കുപ്പി തന്നോ? കുപ്പി തരാൻ ഇങ്ങോട്ട്, കുപ്പി തരാൻ. എന്ത് കടലിൽ പ്ലാനിങ്? കടലിൽ തന്നെ എറിയാൻ. എറിയോന്ന് പറഞ്ഞ എറിയും. നീ പോയി എല്ലാം കൂടെ 10-400 കുപ്പി എടുത്ത് പുറത്തിറങ്ങിയറിയാം. ഇത് ഞാൻ എറിയും. നിങ്ങളുടെ ഒടുക്കത്തെ കൂടി നിർത്താതെ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പൊന്നിയങ്ങാതി എറിയോണെന്ന് എറിയാവേ. കുറെ നേരം വായിൽ നോക്കിയിരിക്കണ്. ഇങ്ങോട്ട് നോക്കണാവേ, കടലിലേക്ക് നോക്കണാവേ. കടലില് ഇവിടെ നോക്ക്. സംസാരിക്കുന്ന മത്സ്യോ? സംസാരിക്കുന്ന മത്സ്യമല്ല, സംസാരിക്കുന്ന മത്സ്യകന്യകൻ. ഇതെന്ത് സംസാരിക്കുന്ന മത്സ്യോ? സംസാരിക്കുന്ന മത്സ്യമല്ല, സംസാരിക്കുന്ന മത്സ്യകന്യകൻ. കന്യകാന്ന് കേട്ടിട്ടുണ്ട്, മത്സ്യകന്യകനെ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് മത്സ്യകന്യക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മത്സ്യകന്യകനുണ്ടാവും. എന്റെ പൊന്നിയേട്ടാ, ഇത് ഏതോ ഫാൻസി ഡ്രസ് നടക്കണടുത്ത് ഓടിപ്പോന്ന് തോന്നുന്നു. ചെകള പൊക്കെ അടിയാന്നുണ്ടല്ലോ. ഞങ്ങള് ഈ മത്സ്യ കന്യകന്മാര്. അതെ, ശരിക്കും നിങ്ങൾ മത്സ്യകന്യകനാണോ? പിന്നെ ഞാൻ എന്നാ പകുതി സ്രാവ് ഒഴുങ്ങിയ മനുഷ്യനാന്ന് കരുതിയോ? എന്റെ പെണ്ണുമ്പോഴാ ഞാൻ മത്സ്യകന്യകനാന്ന്. അല്ല, സാധാരണ നമ്മൾ മത്സ്യകന്യക എന്നൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പടത്തിൽ കാണുന്നത് കന്യകയെ മാത്രമേ കണ്ടുള്ളൂ, മത്സ്യകന്യകൻ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അതിനകത്ത് ചെറിയൊരു നാണക്കേടുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾ ഈ വീട്ടിലും നാട്ടിലൊക്കെ എങ്ങനെ പാചകം ചെയ്യണ ആരാ? പാചകം ചെയ്യുന്ന പെണ്ണുങ്ങളല്ലേ? പക്ഷെ ഞങ്ങള് നേരെ ഓപ്പോസിറ്റാ. ഞങ്ങൾ ആണുങ്ങളാണ്, മത്സ്യകന്യകന്മാരാണ് കടലിനടിയിൽ പാചകം ചെയ്യണേ. അതിന്റെ ഒരു ചമ്മല് നാട്ടിൽ വരുമ്പോ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെളിച്ചത്തേക്ക് വരാറുണ്ട്. അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല. നിങ്ങളാ കയ്യിലിരിക്കണ മദ്യം തരാമോ? എന്റെ വാല് വിറച്ചിട്ട് പാടില്ല, എനിക്ക് കിക്കിളി വരും കേട്ടോ. നിങ്ങൾ കള്ളു കുടിക്കുവോ? അതാ കള്ളു കുടിച്ചാൽ കുഴപ്പം? ദൈവമേ, നാട്ടിൽ ഇങ്ങനെ കൊണ്ട് പൊറുതിയില്ല. നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ കള്ളു കുടിക്കാനായിട്ട്? നീ തന്നെ എന്നോട് ഇത് പറഞ്ഞു കേട്ടോ. ഞാൻ ഈ കള്ളുടിയനാവാൻ കാരണം ആരാന്നറിയാവോ? നിന്റെ പെണ്ണുമ്പിളായി ഇവളൊറ്റ ഒരുക്കിയ കാരണം. ഞാനോ? എന്ത് ബന്ധം? നിങ്ങൾ വെറുതെ തോന്നിയാസം പറയല്ലേ. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് കാണുവാ. ആദ്യമായിട്ട് കണ്ടാലും അവസാനമായിട്ട് കണ്ടാലും നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചില്ലേ? നിങ്ങൾ എത്ര കുപ്പി എറിഞ്ഞു കടലിലേക്ക്? 410 കുപ്പി കടലിലെറിഞ്ഞോ? ഞാൻ ഇന്ന വരെ മദ്യപിക്കാത്ത ഒരാളായിരുന്നു. നിങ്ങൾ വലിച്ചെറിയണ മദ്യം മൊത്തം വന്ന് വീണ എന്റെ ടെറസിന്റെ മുകളിലാണ്. ഞാൻ മാങ്ങ ആടിയതായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ മേളിൽ ചെന്ന് നോക്കുമ്പോ എന്നാ സംഭവം? ഒരു കുപ്പി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഞാൻ ഇനങ്ങ് അടിമയായിപ്പോയി. ഞാൻ എറിഞ്ഞ കുപ്പിയൊക്കെ അടിച്ചത് പിന്നല്ലാതെ ഞാൻ അങ്ങനെ അടിച്ചാണ് ഞാൻ മദ്യപാനിയായത്. അറിയാമോ? മത്സ്യകന്യകനായ എന്റെ കന്യകത്വം വരെ നഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞ ഒരു കുടിയെ മാത്രമേ മറ്റു കുടിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. ചോദിക്കണമെങ്കിൽ അങ്ങ് കൊടു. കഷ്ടം കേട്ടാ. കുറച്ച് കുടിച്ചാ മതിയെ. ഞാൻ ഗ്ലാസും സോഡ എടുത്തിട്ട് വരാം. സോഡ ഗ്ലാസ് ഇതൊന്നും വേണ്ട, ഞാൻ ഡ്രൈയുടെ ആളാ. എന്റെ ദൈവമേ, എന്റെ സഹോദര ഇങ്ങനെയൊന്നും കുടിക്കരുത് കേട്ടാ, ഇതെല്ലാം വാടിക്കരിഞ്ഞു പോകുന്നത്. അതെ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈ അടിക്കണ ഇഷ്ടം. പക്ഷെ കടലിനടി പറ്റൂല. നിങ്ങൾക്ക് ഇവിടെ ഭൂമിയിൽ ഡ്രൈ അടിക്കാൻ പിന്നെ കടലിന്റെ അടിയിൽ ഡ്രൈ അടിച്ചൂടെ? എടാവേ, ഈ ഒരു പൈന്റ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഡ്രൈ അങ്ങ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ഫുള്ള് വെള്ളം അകത്തിയെന്ന് വെച്ചാൽ ഡൈലൂട്ടായി പോകും കടലില്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഡ്രൈ അടിക്കണമെങ്കിൽ എനിക്ക് നാട്ടിൽ വന്നാൽ എനിക്ക് ഡ്രൈ അടിക്കാൻ ഇഷ്ടം. നിങ്ങളെ ഇച്ചിരി ചാത്ത സാധനമാണ്, വേണമെങ്കിൽ ഞാൻ ടച്ചിങ്സ് വല്ല എടുത്തിട്ട് വരാം. നീ താങ്ങൂല. നിങ്ങളുടെയൊക്കെ നാട്ടിലെ ടച്ചിങ്സ് എന്നാ ടച്ചിങ്സാ? അതൊക്കെ അമോണിയ ന്യൂമോണിയ ഒക്കെ ഉള്ള മീനൊക്കെ അല്ലേ. ഞങ്ങളുടെ അങ്ങനെയല്ല. ഞാനിപ്പോ ഇങ്ങനെ ടച്ചിങ്സിന് വേണ്ടി കടലിനടിയിൽ ഇങ്ങനെ വെള്ളം അടിച്ചോണ്ട ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചൂര എങ്ങാനും ഇതില് പോകുമ്പോ അതിന്റെ തലയിലെ ഒരൊറ്റ നക്ക. അതിലും വലിയ ടച്ചിങ്സ് വേറെ ഉണ്ടോ? വെറുതെ പുളിയും മുളകൊക്കെ ഇട്ട് അതിന്റെ ആ ഒരു ടേസ്റ്റ് കളയാതെ ഇതാണ് ടച്ചിങ്സ്. ഇങ്ങനെ അടിക്കണത്. എന്തായാലും നന്നായിട്ടൊന്ന് കാണട്ടെ. ഞാൻ വേറെ ഡൗട്ട് ചോദിച്ചിട്ടെ, നിങ്ങൾ ഈ പിന്നെ വീട്ടിനകത്താണെന്ന് പറയുമ്പോ ബോറടിക്കില്ല? വേറെ ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ? പിന്നെ ആക്രി കച്ചവടം ഉണ്ട്. ആക്രി കച്ചവടം ഞങ്ങള് ചുമ്മാ മനുഷ്യർക്ക് ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്ന ജോലിയല്ലേ ആക്രി കച്ചവടം ഒക്കെ. വെറുതെ പുളു അടിക്കല്ലേ? ആക്രി കച്ചവടം ചെയ്യും ഞങ്ങള്. അതിന് വേണ്ടിയുള്ള വേസ്റ്റ് അവിടെ കിട്ടും. നിങ്ങളൊക്കെ അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് വലിച്ചെറിയല്ലേ കടലിലേക്കും കായലിലേക്കൊക്കെ. അത് ഞങ്ങൾ തൂത്തുപെറുക്കി ഇങ്ങനെ എടുത്തിട്ട് അത് ബിസിനസ് ചെയ്യും. പിന്നെ
പുറത്തു കൊടുക്കാൻ പറ്റാത്ത സാധനമാണ് ഞങ്ങൾ ഈ പ്രകൃതിക്ഷോഭവും കടൽക്ഷോഭമായിട്ട് ഞങ്ങൾ തിരിച്ച് സുനാമിയൊക്കെ ആയിട്ട് തിരിച്ചു ശരി. ശരിക്കും പറഞ്ഞ ടിവിയിലാണ് ശരിക്കും നമ്മൾ കണ്ടിരിക്കുന്നത്. ടിവിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തേ. ഈ മറ്റേ അമൃത ചാനലിലെ നമ്പർ ഒന്ന് കിട്ടുമോ? അതിനാ നിങ്ങളുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, താരവിളച്ചൽ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ? ആരെ വിളിച്ചല്ലോ? ഒരു കോമഡി പരിപാടി. ചേട്ടാ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സില് അതിന് താരവിളയാട്ടം. അതായത് എന്റെ അളിയൻ, അതായത് വൈഫിന്റെ ആങ്ങള, അവനൊരു മെനകൃതി കാണിച്ചെന്നേ. ഈ താരവിളയാട്ടത്തില് ഒരു പയ്യൻ വന്ന ഭയങ്കരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ നക്കി നിർത്തൂല, നാക്കുകൊണ്ട് ഇങ്ങനെ നിർത്തുന്ന ആ സാധനം കണ്ടതിന് ശേഷം ഇവൻ പറയാ ഇവനും ഫാനേല് നക്കണം എന്നും പറഞ്ഞോണ്ട് കടലിനടിയിൽ എവിടെ ഫാൻ? എടാ മോനെ, കടലിനടി ഫാൻ ഇല്ല എന്ന് പറഞ്ഞ അവനെ ഒരു നയത്തിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പറയാ ദേ ഫാൻ എന്നും പറഞ്ഞിട്ട് നോക്കുമ്പോ ഒരു ഫാൻ കിടന്ന് കറങ്ങാ. ഇവൻ ഓടി അങ്ങ് അളിയാ ഞാൻ ഇപ്പൊ ഒരു പണി കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. കുണുങ്ങിക്കൊണ്ടൊരു ഒറ്റ നാക്ക് നീട്ടിക്കൊണ്ടൊരു ചെല്ലല്. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. അയ്യോ, അത് ഫാനല്ലായിരുന്നവേ, ഈ കപ്പലിന്റെ പ്രൊപ്പല്ലറായിരുന്നു. നാക്കും കണ്ടില്ല, അവനെ കണ്ടില്ല. പിന്നെ സഞ്ചയനത്തിന് വേണ്ടി കപ്പലിന്റെ സൈഡിൽ ഒരു സ്റ്റാമ്പിന്റെ വലിപ്പത്തിൽ ഇച്ചിരി ഇറച്ചി കഷ്ണം കിട്ടി. അത് വെച്ച് ഞാൻ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യായിരുന്നു സഞ്ചയനം. ഇത് ഈ മരണത്തിന്റെ കേസ് ഒന്നും പറഞ്ഞില്ല. എനിക്കത് കേട്ട എന്താ കണക്കാണ്. ഒരു 30 എന്തോ എനിക്കറിയാം. എനിക്ക് മരണം അയ്യോ, നിങ്ങൾക്ക് എന്ത് കേട്ടാലാണ് കള്ളു കുടിക്കാത്തത്? നിങ്ങൾക്ക് എന്ത് വിശേഷം വന്നാലും നിങ്ങൾക്ക് കള്ളു കുടിയാ. ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും എല്ലാം നിങ്ങൾ കള്ളു കുടിയാ. കഴിഞ്ഞ വിഷുവിന് എന്താ ഇയാൾ കാണിച്ചെന്നറിയാമോ? എന്താ കാണിച്ചത്? എന്താ നിനക്ക് ഞാൻ വിഷുവിന്റെ കൈ നീട്ടി തന്നില്ല? അല്ലെങ്കിൽ വിഷുവിന്റെ കേസൊക്കെ ഇവരോട് പറഞ്ഞ് ഇവർക്ക് മനസ്സിലാവോ? അയ്യോ, നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ കേരളത്തിൽ എന്താ ആഘോഷം ഉണ്ടോ അതുപോലത്തെ എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ കടലിനടിയിൽ ആഘോഷിക്കും. ചുമ്മാ കള്ളം പറയാതെ. അയ്യോ, ആഘോഷിക്കും. നിങ്ങൾ വിഷുവിന് നിങ്ങൾ എങ്ങനെ കൈനീട്ടം കൊടുക്കണം? ഞാന് കഴിഞ്ഞ വിഷുവിന് 101 രൂപ ഒന്നില്ലേ? കാശല്ലേ കൊടുത്തേ? നിങ്ങൾ കാശല്ലേ കൊടുക്കണേ? ഞങ്ങൾ സ്വർണം കൊടുക്കും, സ്വർണം. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊച്ചാക്കി സംസാരിക്കുകയും കാരണം നിങ്ങൾ കേരളത്തിൽ എന്ത് ആഘോഷം ആഘോഷിച്ചോ അത് ഞങ്ങള് വന്നല്ലോ. അതെ, നിന്റെ തല പൊക്കി കാണിക്കണം. ഞാൻ അടിയാൻ വെച്ചിട്ടെ ഞാൻ ദേഷ്യം വന്നാണ്ടേ എന്റെ. ഇവനിപ്പോ തല മാത്രമല്ല വാല് മാത്രമാണല്ലോ പൊക്കി കാണിക്കണം. ഒരു 2 റൗണ്ടും കൂടെ അടിച്ചിട്ട് പോരെ കേട്ടാ. 2 റൗണ്ടും കൂടെ അടിച്ചിട്ട് പോരെ. അതെന്താ സംഭവം? തിമിംഗലാണോ? ഞാനൊരു ഡയറ്റ് പറഞ്ഞു കൊടുത്തു, വണ്ണം കുറയ്ക്കാനുള്ള ഡയറ്റ്. അപ്പൊ ഈ കടലിൽ 10 റൗണ്ട് നീന്തിയിട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ ഒരു ഡ്രിങ്ക് ഉണ്ട്, എനർജി ഡ്രിങ്ക്. അത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ണം കുറഞ്ഞ് ഞാൻ ചുമ്മാ ഒരു പുളു അടിച്ചു. ഈ പുള്ളി ഇതും പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കുക. എനിക്ക് പേയ്മെന്റ് തരും. അതുകൊണ്ടാണ് ഇപ്പൊ മൊത്തം അഡ്ജസ്റ്റ് ചെയ്ത് പോണേ. അത് ശരി. അപ്പൊ ചുരുക്കം പറഞ്ഞ മനുഷ്യരെ കണക്ക് തന്നെ. മത്സ്യകന്യകനല്ലേ, പിന്നെ അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? നമ്മൾ നമ്മുടെ ഗുണം കാണിക്കണ്ടേ? അത് കടലില് ഇച്ചിരി ഓളം മാറി വരുന്നുണ്ടല്ലോ. അയ്യോ, എന്റെ ഭാര്യ വരുന്നതിന്റെ ഓളം കേക്കാം. മറ്റേ നിങ്ങളത് എവിടെയായിരുന്നു? ഞാൻ അത്യാവശ്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കൊച്ചിനെ വിളിക്കാനായിട്ട് ഇപ്പൊ ടെറസിന്റെ മുകളിൽ എന്തോ കള്ളത്തനം പറയരുത് എന്നോട്. കൊച്ചിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ ഞാൻ എത്ര നേരം കൊണ്ട് പറയുന്നു നിങ്ങളോട്? കൊച്ചിനെ വിളിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പോകാൻ വേണ്ടി നീന്താൻ തുടങ്ങിയപ്പോഴാണ് മേളിൽ ഒരു ഒച്ച കേട്ടത്. എന്താണെന്നറിയില്ല. ഞാനിങ്ങനെ മേളിൽ കയറി നോക്കിയപ്പോഴാണ് മറ്റേ ഇത് കണ്ടത്. അല്ല, മത്സ്യകന്യക, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇത് മത്സ്യ കന്യകയല്ലേ? അതെ. ഈ കുഞ്ഞാർക്കുള്ളത്? കുഞ്ഞ് നമ്മുടെ കൊച്ച്. സ്കൂളിലുള്ളതാരാ കുഞ്ഞ്? സ്കൂളിൽ അത് ഞങ്ങളുടെ കൊച്ചാ. അല്ല, കന്യക എന്ന് പറഞ്ഞിട്ട് കൊച്ചാ. എടാ, നിന്റെ പേരനടാ? എന്റെ ഒരു ബാലൻ. നിനക്ക് എത്ര വയസ്സായി? 45. അതെ 45 വയസ്സുള്ള ഈ മുതുക്കന് ബാലൻ എന്ന് പേരിടാങ്കി ഇവക്ക് പിന്നെ ഞാൻ കന്യകാന്ന് പേരിട്ട് എന്താ കുഴപ്പം? ഇതൊരു കുഴപ്പമുണ്ടോ? ഇവിടെ എന്താ നാറുന്നേ? നിങ്ങൾ കുടിച്ചോ? ഇല്ലില്ല. കുടിച്ചോ നിങ്ങളെ? ഊത് ഊത് ഊത്. ഞാനേ കുറെ ദിവസം കൊണ്ട് ഓങ്ങി വെച്ചിരിക്കുവായിരുന്നു. നല്ലൊരു ഊത് മേടിക്കാൻ. അയ്യോ അയ്യോ അമ്മേ, അയ്യോ 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 അയ്യോ. അളിയാ, ഇപ്പോഴാണ് ഞാൻ ഈ കുപ്പിയിൽ എഴുതി വെച്ചേക്കണ എന്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത്. മദ്യപാനം കരയിലാണെങ്കിലും കടലിലാണെങ്കിലും ആരോഗ്യത്തിന് ഹാനികരമാണ് അളിയോ.